ഇല്ല, അതൊക്കെ ഇലക്ഷൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളല്ലേ. അത് കയറ്റിറക്കങ്ങൾ ഉണ്ടാവും. എന്തായാലും ആത്യന്തികമായി വിജയം ലഭിച്ചു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് നിങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത് UDF ഇതുവരെ ലീഡ് ചെയ്യുന്ന ആ സീറ്റുകളുടെ പേരുകളും എണ്ണവും നിങ്ങൾ നോക്കണം. നിങ്ങൾ സാധാരണ UDFന് അല്ലെങ്കിൽ UDF ഉറപ്പായി ജയിക്കും എന്ന് പറയുന്ന സീറ്റുകളല്ല. അങ്ങനെ ഒരു 3-4 സീറ്റേ ഉള്ളൂ. ബാക്കി എല്ലാ സീറ്റുകളും UDF പിടിച്ചടക്കുന്ന സീറ്റുകളാണ്. അങ്ങനെ തന്നെ ലാസ്റ്റ് വരെ പോകുമെന്ന് വിശ്വസിക്കുന്നു. ഇല്ല, ഞാൻ ആരെക്കുറിച്ച് പക്ഷേ ഇവിടെ LDF മാറണം എന്നുള്ള ഒരു വലിയ ആഗ്രഹം ജനങ്ങൾക്കുണ്ടായിരുന്നു. കഴിഞ്ഞ 50 വർഷമായി ഈ നഗരത്തെ പിന്നോട്ടടിച്ച LDF പോകണം എന്നുള്ള ജനങ്ങൾക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു. അതിന് അവർ തീർച്ചയായിട്ടും UDFനെയും കൂടെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് കണ്ടതിൽ വലിയ സന്തോഷമുണ്ട്. നമുക്ക് മറ്റു പാർട്ടികളെ പോലെ പണമോ അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ നിന്ന് പോരാടുകയാണ്, അവസാനം വരെ പോരാടും. ആ പോരാട്ടത്തിന്റെ ഗുണം തീർച്ചയായിട്ടും തിരുവനന്തപുരത്തിനും ഗുണമുണ്ടാകും. ഇല്ല, ഫൈനൽ റിസൾട്ട് വരട്ടെ. എന്തായാലും LDFിൽ നിന്നൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. LDFകാരും പലരും പറഞ്ഞുകൊണ്ടിരുന്നത് UDF മത്സരിക്കുന്നതുകൊണ്ട് LDFിൻ്റെ സീറ്റ് കൂടും എന്നാണ് പറഞ്ഞിരുന്നത്. എന്തായാലും അങ്ങനെ വന്നിട്ടില്ല. ജനങ്ങളൊക്കെ എല്ലാം കണ്ടു വോട്ട് ചെയ്യുകയാണ്. പക്ഷേ UDFന് സ്ഥായിയായിട്ടുള്ള ഒരു വോട്ടർ ബേസ് ഉണ്ട്. നമ്മൾ പറഞ്ഞ രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിച്ചു. വൈഷ്ണവ് നേടിയ വിജയം, അല്ലെങ്കിൽ നമ്മൾ കുന്നുകുഴിയിൽ നേടിയ വിജയം, ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഇതൊക്കെ തീർച്ചയായിട്ടും UDFന് ഈ മണ്ണിൽ വളർച്ചയുണ്ട്, ഒരിടത്തും പോയിട്ടില്ല. നമ്മൾ കൂടുതൽ ശക്തമായിട്ട് ജാഗ്രതയോടെ വരട്ടെ. എന്തായാലും ഫൈനൽ റിസൾട്ട് വരട്ടെ. എന്തായാലും നല്ലൊരു ട്രെൻഡ് UDFന് അനുകൂലമായിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും BJPയുടെ ഇപ്പോഴത്തെ സീറ്റുകൾ വെച്ച് അവർക്ക് പല മേഖലകളിലും, അവർക്ക് ശക്തിയുള്ള മേഖലകളിലും ഒക്കെ നല്ല മുന്നേറ്റമുണ്ട്. ഞാൻ തിരസ്കരിക്കുന്നില്ല. തീർച്ചയായിട്ടും ആ മുന്നേറ്റത്തെയും കൂടി ഇനിയും പ്രതിരോധിക്കാൻ കഴിയുന്നത് UDFനാണെന്ന് ജനങ്ങൾ ഈ ഇലക്ഷനോട് മനസ്സിലാവും. BJPയെ പ്രതിരോധിക്കുന്നത് ഈ ജില്ലയിലും ഇപ്പോൾ ഈ കാണുന്ന കണക്കിൽ പ്രതിരോധിക്കുന്നത് UDF ആണ്. കാരണം LDF 16-ഉം UDF 13-ലുമാണ്. അപ്പോൾ UDFന് മാത്രമേ BJPയെ കേന്ദ്രത്തിലും കേരളത്തിലും പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളത് തിരുവനന്തപുരത്തെയും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും. അതെ, ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ശ്രീലേഖ മാഡം വിജയിച്ചെന്നാണ്. മാഡത്തിന് അഭിനന്ദനങ്ങളെല്ലാം നേരുന്നു. ഞാൻ പൊളിറ്റിക്സ് കഴിഞ്ഞ് ആര് വിജയിച്ചാലും തന്നെ പിന്നെ എൻ്റെ കൗൺസിലറാണ്. ഞാനിപ്പം വേറൊരു സ്ഥലത്തെ കൗൺസിലറാണ്. തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെ കാണുന്നു. അതിപ്പോൾ ആര് ജയിച്ചാലും നാടിന് നല്ലത് ചെയ്യാൻ കഴിയട്ടെ. അതോടൊപ്പം മത്സരിച്ച എല്ലാ ആളുകൾക്കും, വിജയിച്ച ആളുകൾക്കും തോൽവി ഒക്കെ ഏറ്റെടുത്ത എല്ലാവർക്കും ഇതൊക്കെ ഇറ്റ്സ് പാർട്ട് ഓഫ് ലൈഫ്. എന്തായാലും മുന്നോട്ട് പോട്ടെ. ഫൈനൽ റിസൾട്ട് വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ തീർച്ചയായിട്ടും DCC എന്ന് പറയുന്നതായിരിക്കും.